السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഇസ്തിബ്ര കഴിഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇസ്തിബ്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവർ വീണ്ടും ഇസ്തിബ്ര നടത്തണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തമത്വ പറ്റുള്ള ആ സ്ത്രീയെ കൊണ്ട് പുരുഷന് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ലബിസ്തറാനഹബ വസനീയത്തിൻ, ഒരു വിഭാരാധന നടത്തുന്ന സ്ത്രീയെ അല്ലെങ്കിൽ ഒരു മുർത്തദ്ദത്തായ ഒരു സ്ത്രീയെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയൊരു സ്ത്രീ ഒരാൾ വാങ്ങി, അവന് ഇസ്തിബ്ര കഴിക്കണം. അപ്പോൾ ഹയലുണ്ടായി, ഇസ്തിബ്ര നടത്തി, ഹയലുണ്ടായി. സുമ്മ ബാദൽ ഫറാഖിൽ അയൽ, പിന്നെ അയൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ മിസ്ലുഹു ഷഹ്റുഫി ദാത്തിൽ അശ്വരി, മാസം കൊണ്ട് ഇസ്തിബ്ര നടത്തുന്ന സ്ത്രീ ആണെങ്കിൽ മാസത്തിനിടയിൽ, അല്ലെങ്കിൽ പ്രസവമാണെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം അസ്ലമത്ത് ഇസ്ലാം മതം സ്വീകരിച്ചാൽ ലം യക്ഫി ഹയലുഹ, ഹയല് മതിയാവില്ല, അല്ലെങ്കിൽ ആ മാസം മതിയാവില്ല. ഫിൽ ഇസ്തിബ്രായിന് അത് പോരാ. കാരണം ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി പിന്നെ അയാൾക്ക് തമത്വ പറ്റുന്നില്ല. യന്നഹു ലാ യസ്തഖിബു ഹില്ലത്തമത്വ, ഹില്ലത്തമത്വ എന്താവുന്നില്ല, ഇതിനൂടെ വരുന്നില്ല. തമത്വ അനുവദനീയമാവുക എന്നത് ഇവിടെ ഉടനെ സംഭവിക്കുന്നില്ല. ഈ ഹയല് കഴിഞ്ഞ ഉടനെ ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി ഞങ്ങൾക്ക് തമത്വ പറ്റൂല. അല്ലദീ ഹുവൽ ഖസ്ദു ഫിൽ ഇസ്തിബ്രായി, അതാണല്ലോ ഇസ്തിബ്ര കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇസ്തിബ്ര നടത്തുന്നതിനാ ഈ അടിമ സ്ത്രീയെ വാങ്ങിയ ആൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വിവാഹം ചെയ്ത ആൾക്ക് അവളെ തമത്വ ചെയ്യാൻ പറ്റണം. പക്ഷേ ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് പറ്റുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഇസ്തിബ്രാവ് മതിയാവില്ല. ഇസ്തിബ്രാവിൻ്റെ ഉദ്ദേശം ഇസ്തിബ്ര കഴിഞ്ഞാൽ ഉടനെ തമത്വന് പറ്റണം എന്നുള്ളതാണ്. എവിടെ അത് പറ്റാത്തത് കൊണ്ട് വീണ്ടും ഇസ്തിബ്ര നടത്തേണ്ടതാണ്. ഇസ്താഖബ എന്ന് പറഞ്ഞാൽ പിറകെ സംഭവിക്കുക, ഉടനെ വരിക. ഹില്ലു തമത്വ അനുവദനീയമാവുക എന്നത് ഉടനെ വരണം എന്നതാണ് ഇസ്തിബ്രാവിൻ്റെ ഉദ്ദേശം. ഇനി ഇസ്തിബ്ര കഴിഞ്ഞില്ല എന്നുള്ള തർക്കത്തിൽ ആരുടെ വാക്കാണ് സ്വീകരിക്കുക? പെണ്ണ് പറയണം എനിക്ക് ഹയലുണ്ടായിന് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണം. ഇതിൻ്റെ മാതിരി തന്നെ തുസദ്ദഖുൽ മംലൂക്കത്തു, ഉടമയാക്കപ്പെട്ട പെണ്ണിനെ വാസ്തവമാക്കപ്പെടും ബിലാ യമീൻ, സത്യം ചെയ്യിപ്പിക്കാതെ തന്നെ, ഫി ഖൗലിഹാ ഹിൽത്തു, എനിക്ക് ഹയലുണ്ടായി കഴിഞ്ഞു എന്ന വാദത്തിൽ, എന്നഹു ലാ യഅലമു ഇല്ലാ മിൻഹ, കാരണം അത് അവളിൽ നിന്ന് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇസ്തിബ്ര കഴിയുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റൂല, തമത്വ പറ്റൂല എന്നാണ്. ഏത് സ്ത്രീയിൽ തടവുകാരായി പിടിക്കപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ തടവുകാരായി പിടിക്കപ്പെട്ട സ്ത്രീയിൽ ജിമാ അല്ലാത്ത തമത്വമൊക്കെ പറ്റും, ചുംബിക്കലും മറ്റുമൊക്കെ. അതാണ് ഈ പറയുന്നത്. അഹറുമ ഫി ഗൈരി മസ്ബിയ്യത്തിൻ, തടവുകാരിയായ അടിമ സ്ത്രീ അല്ലാത്തതിൽ ഹറാമാണ് തമത്വന് ഏത് വിധത്തിലുള്ള ആസ്വാദനവും. വലോബിനഹ്വിൻ അദരിൻ ബിഷഹ്വത്തിന്, വികാരത്തോടു കൂടിയുള്ള നോട്ടോ, ഒമസ്സിൻ സ്പർശനമൊക്കെ. ഖബല തമാം ഇസ്തിബ്രായിൽ, ഇസ്തിബ്ര പൂർത്തിയാണതിന് മുമ്പ്. എന്താ അങ്ങനെ? അതിൻ്റെ കാരണം അത് വത്തുവിന് കാരണമാകും. അതായി അത് നിമിത്തമാകും. ഇലൽ വത്തുവിനിക്ക് അൽ മുഹറമി, ഹറാമായ. മാത്രമല്ല വലിയ അനഹ്തിമായി അന്നഹ ഹാമിലും ബെഹുറിൻ, ഒരു സ്വതന്ത്രനായ വ്യക്തിയെ കൊണ്ട് അവൾക്ക് ഗർഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ പിന്നെ ആ കുട്ടി സ്വതന്ത്രനാവൂലേ. അപ്പോൾ പിന്നെ ഫലായിസിഹ, വിൽപ്പന പോലത്തെ സഹീഹല്ല. ഇസ്തിബ്രൻ്റെ മുമ്പ് വിൽക്കാനും പറ്റൂല. നാം തഹലുൽ ഖൽവത്ത് ബിഹ, ഒറ്റ സ്ഥലത്ത് അവർക്ക് ഒരു സ്ഥലത്ത് രണ്ടുപേരും നിൽക്കുന്നതിന് കുഴപ്പമില്ല, ഹലാലാണ്. കാരണം വാങ്ങിയ ആളല്ലേ, അയാൾക്കും വേണ്ടി ഇസ്തിബ്ര നടത്തുകയാണല്ലോ. അപ്പോൾ ഖൽവത്ത് ഹറാമില്ല എന്ന് പറയാം, ഹലാലാണ്. അപ്പോൾ മസ്ബിയത്തോ, തടവുകാരിയായി ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ട സ്ത്രീ അടിമ സ്ത്രീ ആയിരിക്കുമല്ലോ. അവർ ഫയഹറുമുൽ വത്ത് ഹറാമാണ്. ലൽ ഇസ്തിംതാഉ, മറ്റുള്ള ആസ്വാദനങ്ങൾ, സുഖമെടുക്കൽ ഹറാമല്ല. ബിഗൈരിഹി, വത്ത് അല്ലാത്തത് കൊണ്ട്. മിൻ തഖ്ബീലിൻ, ചുംബിക്കുക, തൊടുക. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യഹർരി മിൻഹ, കാരണം നബി തങ്ങളെ ഹറാമാക്കിയിട്ടില്ല. ഗൈറുഹു, മറ്റുള്ള ഇതല്ലാത്തത് മറ്റൊന്നും ഹറാമാക്കിയിട്ടില്ല.
മാ ഗലബത്തി ഇംതിദാദിൽ ആയിനി വല്ലൈദില മസ്സിൽ ഇമായി, കൈകളും കണ്ണുകളും സ്ത്രീകളെ, ഈ അടിമ സ്ത്രീകളെ തൊടുന്നതിന് ആവേശം കാണിക്കും, അമിതമായ ആവേശം കാണിക്കും എന്നതോടൊപ്പം, അപ്പോൾ ഹറാമാക്കി കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമല്ലേ അടിമ സ്ത്രീകൾ. സിയമാൽ ഹിസാൻ, പ്രത്യേകിച്ചും ഭംഗിയുള്ള സ്ത്രീകളാകുമ്പോൾ. ഇംതിദാദിനെ കണ്ണ് നീളുക എന്നാണ്. ഗലബത്ത് എന്ന് പറഞ്ഞാൽ പരിധി വിട്ട്, അമിതമായിട്ട്, നിയന്ത്രണം വിട്ട് നീളാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നോക്കലും തൊടലൊന്നും ഹറാമല്ല. മാത്രമല്ല വലിയന്ന ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഖബ്ബലം അമത്തൻ വഖഅത്ത് ഫീ സഹ്മിഹി, തൻ്റെ വിഹിതത്തിൽ വന്ന ഒരടിമ സ്ത്രീയെ ചുംബിക്കുകയുണ്ടായി. മിൻ സബായ ഔത്താസ്, ഔത്താസ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളിൽ നിന്ന്. വലഹഖൽ മാവറദ് യർബി മസ്ബിയതി ഫി ഹില്ലത്ത് ഇസ്തിമാ ബി ഗൈറിൽ വത്തി കുല്ലു മാൻ ലാ യംകിനു ഹംലുഹ. മസ്ബിയത്തിന് മാത്രമല്ല, ഈ ചെറിയ അടിമ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഗർഭിണികളാണെങ്കിലും, വ്യഭിചാരത്തിൽ നിന്നുള്ള ഗർഭിണിയാണ്, അതല്ലെങ്കിൽ എനിക്ക് ഗർഭമുണ്ടാകുന്ന പ്രതീക്ഷയില്ലാത്ത പ്രായമായ ആളാണെങ്കിൽ അവരെയും ഈ ഇസ്തിംതാക്ക പറ്റുമെന്നാണ് ഇമാം മാവറദി ഇമാം പറയുന്നത്. വലഹഖൽ മാവറദി വഗൈറുഹു ചേർത്തിട്ടുണ്ട് ബിൽ മസ്ബിയത്തി. സബ എന്ന് പറഞ്ഞാൽ തടവുകാരായി പിടിച്ചു, നസറ എന്നർത്ഥം. ഫി ഹിൽ ഇസ്തിംതായ് ബി ഗൈറിൽ വത്ത്, അല്ലാത്ത മറ്റുള്ള ശാരീരിക ആസ്വാദനങ്ങളൊക്കെ അനുവദനീയമാണെന്ന വിഷയത്തിൽ മസ്ബിയത്തിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് കുല്ലമൻ, എല്ലാ സ്ത്രീകളെയും, ലാ യംകിനു ഹംലുഹ, ഗർഭത്തിന് സാധ്യതയില്ലാത്ത, സബിയത്തിൻ ചെറിയ പെൺകുട്ടി, വായിസത്തിൻ ഇനി ഗർഭമുണ്ടാകുമെന്ന പ്രതീക്ഷയില്ലാത്ത സ്ത്രീ, ഹാമിലു മിൻ സീനൻ വ്യഭിചാരത്തിൽ ഗർഭിണിയായ സ്ത്രീയൊക്കെ. നമ്മൾ നേരത്തെ പ്രയോഗിച്ചിട്ടുണ്ട് ഫിറാഷ് എന്ന്, യജമാനൻ്റെ ഫിറാഷ് എന്ന്. എന്താ യജമാനൻ്റെ ഫിറാഷ് എന്ന് പറഞ്ഞാൽ യജമാനൻ്റെ അടിമ സ്ത്രീ എന്നാണ് അതിൻ്റെ വിശദീകരണം പറയാണ്. യജമാനൻ്റെ അടിമ സ്ത്രീ എന്ന് പറയണമെങ്കിൽ, ഫിറാഷ് എന്ന് പറയണമെങ്കിൽ വത്ത് നടക്കണം. അങ്ങനെ ഒരു അടിമ സ്ത്രീയിൽ ഒരാൾ വത്ത് ചെയ്തിട്ട് കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയാളെ മകനാണ്, അടിമല്ല, അത് അയാളെ മകനാണ്. അപ്പം അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അതുണ്ടാകുന്നത് അടിമക്കുട്ടിയാണ് ഉണ്ടാവുക എന്നാണ്. അതേസമയത്ത് അടിമ സ്ത്രീയെ, സ്വന്തം അടിമ സ്ത്രീയല്ല, മറ്റൊരാൾ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചായിട്ട് ഒരാൾക്ക് കുട്ടിയുണ്ടായാൽ അടിമയാണ് കല്യാണം കഴിച്ചതെങ്കിൽ, കല്യാണം കഴിച്ചേക്കുകയാണെങ്കിൽ അത് അടിമക്കുട്ടിയാണ് ഉണ്ടാവുക. അതേസമയത്ത് അടിമ സ്ത്രീയിൽ കല്യാണം കഴിക്കാതെ സ്വന്തം ഉടമസ്ഥതയിൽ അടിമസ്ഥതയ്ക്കാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ സ്വതന്ത്ര കുട്ടിയാണ്. പറവില്ല തസീർ ആമത്തുൻ ഫിറാഷൻ്റെ സയ്യിദ, ഒരാമത്തും യജമാനൻ്റെ ഫിറാഷ് ആകൂല, അതായത് സൗജത്ത് എന്നർത്ഥത്തിൽ ഭാര്യയായി തീരൂല. ഭാര്യ എന്നല്ല ഇവിടെ പറയുന്ന അടിമസ്ത്രീ, ഭാര്യൻ്റെ സ്ഥാനത്തിൽ അടിമസ്ത്രീ. ഇല്ലാ വിവത്ത് മിൻഹു ഫി ഖുബലി, അവളെ മുന്തുവാരത്തിൽ സംയോഗം ചെയ്താലല്ലാതെ. ഒയാലും ദാലിക്കാതെ അറിയാം ബി ഇഖ്റാരി ബി, അയാൾ തന്നെ സമ്മതിച്ചാൽ അറിയും. ഔ ബി ബയ്യിനത്തിന്, അല്ലെങ്കിൽ സാക്ഷികൾ മുഖേന. വൈദാ വലതത്ത് ലിംകാന മിൻ വത്ഇഹി, വത്ത് ചെയ്ത് പ്രസവിക്കാൻ, ഗർഭം ധരിച്ച് പ്രസവിക്കാൻ സാധ്യമായ ഒരു സമയത്ത് ആ അടിമ സ്ത്രീ പ്രസവിച്ചാൽ, വലതൻ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ, ലഹിഖഹു അത് അവൻ്റെ കുട്ടിയാണ്, സ്വതന്ത്രനായ കുട്ടിയാണ്. ഇപ്പം ഉമ്മ ആരാണ്? അടിമ സ്ത്രീയാണ്, ബാപ്പ സ്വതന്ത്രനാണ്, കുട്ടിയും സ്വതന്ത്രനാണ്. വൈലം യഅ്തരിഫ് ബിഹി, അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അത് അയാളുടെ കുട്ടിയാണ്. ലഹിഖഹു ആ കുട്ടിയുടെ തറവാട്, കുടുംബം, നസബ് അയാളോട് ചേരുന്നതാണ്. ഇതൊക്കെയാണ് ഇസ്തിബറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഇനി നമുക്ക് നഫക്ക, ഭാര്യമാർക്കുള്ള ചെലവിനെ കുറിച്ച് ആണ് പറയുന്നത്. അത് വിശാലമായൊരു പാടാണ്. ഭാര്യമാർക്ക് ഏതൊക്കെ എത്രത്തെ അളവിലൊക്കെയാണ് ചിലവ് കിട്ടേണ്ടത്, എപ്പോഴാണ് ചിലവ് കിട്ടാതെ ആവുക, അങ്ങനെയുള്ള ദീർഘമായൊരു ചർച്ചയാണ് അതിലുണ്ടാകുന്നത്. അപ്പം ചിലവ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്ല് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ചർച്ചകൾ മത്തിനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്ലുൻ യജിബുലി സൗജത്തിൻ മക്കനത്ത്, ഭർത്താവിനെ ശരീരം സൗകര്യം ചെയ്തു കൊടുത്ത ഭാര്യയ്ക്ക് നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? എന്ത് കൊടുക്കൽ നിർബന്ധമാണ് പറയുന്നുണ്ട്. വലോ റജഇയ്യത്തൻ, അടുത്ത മത്തിന് മടക്കിയെടുക്കാൻ പറ്റുന്ന തലാഖിലുള്ള ഭാര്യയാണെങ്കിൽ പോലും, മടക്കിയെടുക്കാൻ പറ്റുന്ന തലാഖിലുള്ള, ഒരു തലാഖോ രണ്ട് തലാഖോ ഒക്കെ ചെല്ലിയ ഭാര്യയാണെങ്കിൽ പോലും മക്കനത്ത്, ശാരീരിക സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്ത, തൻ്റെ ശരീരം അനുവദിച്ചു കൊടുത്ത ഭാര്യയ്ക്ക് ലഭിക്കൽ നിർബന്ധമാണ്. അടുത്ത മത്തിന് കുറേ കഴിഞ്ഞിട്ടാണ് മുദ്ദു താമിൻ, ഒരു മുദ്ദ് ഭക്ഷണം, ഒരു മുദ്ദ് ഭക്ഷണം 500-600 ഗ്രാം ഭക്ഷണം അലാ മുഹസിന്, സാമ്പത്തിക കഴിവില്ലാത്ത ആൾക്ക്. പല മുക്തിബൻ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ പോലും, എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ള ആളാണ്, അയാൾ ഭാര്യയ്ക്ക് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഓരോ മുദ്ദ് വീതം ഭക്ഷണം കൊടുക്കണം.
വാല റക്കീക്കിൻ അടിമയും ഒരു മുദ്ദാണ് കൊടുക്കേണ്ടത്. ഒരു മുദ്ദ്, ഒരു 1/2 കിലോ ഭക്ഷണം. ഓ മുദ്ദാനി അലാ മോസിനി, സാമ്പത്തിക ശേഷിയുള്ള ആൾ 2 മുദ്ദ് വീതം ഓരോ ദിവസവും ഭാര്യയ്ക്ക് കൊടുക്കണം. എന്തൊക്കെ പെണ്ണുങ്ങൾ കാട്ടുക, 2 കിലോ 1 കിലോനൊക്കെ കിട്ടിയാൽ ഒരു മുദ്ദ് തരാം. 4 മുദ്ദ് എന്ന് പറഞ്ഞാലാണ് ഒരു സ്വാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അല്ലേ? സക്കാത്ത് ഇപ്പം നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ഖളാ വീട്ടാനൊക്കെ വിട്ടുപോയാൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ കൊടുക്കേണ്ടത്. ഇത് ഭാര്യമാർക്ക് ഓരോ ദിവസവും മുദ്ദ് കിട്ടും. സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾ ഒരു മുദ്ദ്, മുഅസ്സിർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾ, മൂസിർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷിയുള്ള ആൾ, അയാൾ മുദ്ദാനിയാണ് കൊടുക്കേണ്ടത്. ഓ മുദ്ദുൻ ബ നിസ്ഫുൻ അലാ മുത്തവസ്സിത്തിൻ, APL ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലുള്ള ആൾക്കാർ മുത്തവസ്സിത്ത് വസ്തിലുള്ള ആൾ, അവർ 1.5 മുദ്ദമാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇതിങ്ങനെ അളന്നിങ്ങനെ കൊടുക്കണം എന്നൊന്നുമില്ല. ഇല്ലം തു ആക്കിലുഹു, അവൾ അയാളോട് ഒന്നിച്ച് ഭക്ഷിക്കാത്തവളാണെങ്കിൽ, അപ്പം അതിനനുസരിച്ച് അയാളെ വീട്ടിൽ തന്നെയാണ് ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അപ്പം പിന്നെ ഈ മുദ്ദ് 1.5 മുദ്ദ് 2 മുദ്ദ് എന്നുള്ള കണക്കൊന്നുമില്ല. ഓള് കുറച്ച് VIP ആണ്. ഇയാൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, അവളെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴൊക്കെ അവൾ ഓക്കെയാണ്, ശാരീരികമായിട്ട് ചെല്ലാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പിന്നെ അയച്ചു കൊടുക്കേണ്ട പൈസനെ കുറിച്ചാണ് പറയുന്നത്. 1 മുദ്ദ് 1.5 മുദ്ദ് 2 മുദ്ദ്. അങ്ങനെയൊക്കെ ഒരു കല്യാണം ഉണ്ടായിക്കൂടായൊന്നുമില്ല അടുത്ത കാലത്ത്. ഞാൻ സ്വന്തമായിട്ട് ജീവിക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുന്നു, എനിക്കെന്ത്? അവരൊരുമിക്കേണ്ട നേരത്ത് ഫോൺ വിളിക്കുന്നു, ഒരുമിച്ച് കൂടുന്നു, പിരിയുന്നു, വേറൊരു ബന്ധവുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളെ നാട്ടിൽ സിസ്റ്റം പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് ഭക്ഷിക്കുന്ന സ്വഭാവമുള്ളത്. അവിടെ മുദ്ദ് കണക്കില്ല. ഇല്ലം തു ആക്കിലോ, അക്കല എന്ന് പറഞ്ഞാൽ തിന്നുന്നാണ്. ആക്കല, വാക്കല, തു ആക്കിലു, തഫാഅനെ തഫാഅലു. വാക്കല യു ആക്കിലു. അപ്പം മുദ്ദ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് മുദ്ദാണ് കൊടുക്കേണ്ടത്? ധാന്യം, നാട്ടിലെ അരി എന്താണോ സാധാരണ കൊടുക്കൽ, നാട്ടിലെ സാധാരണ ഭക്ഷണം കൊടുക്കണം. അത് മാത്രം പോരാ, അരി മാത്രം കൊടുത്താൽ പോരാ. ബ്യൂത്തിമിന് അതിൻ്റെ കൂട്ടാനുകളും കൊടുക്കണം. അരി മാത്രം കൊടുത്താൽ പോരാ, കൂട്ടാനുകളൊക്കെ വേണം. ഒരു ചോറുന്നാൻ എന്തൊക്കെ ആവശ്യമായത്, അതിൻ്റെ കറിക്ക് ആവശ്യമായത്, നെയ്യ്, എണ്ണ, വെണ്ണ, പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ മാതിരി. പിന്നെ അടുത്ത മത്തിന് മാവ് ഷുർബിൻ, കുടിവെള്ളം കൊടുക്കണം. ഊനത്തുൻ, ഇതിനൊക്കെ ആവശ്യമായ ചെലവുകളും കൊടുക്കണം. മൂനത്ത് അരികൾ കൊണ്ടെടുത്താൽ പോരല്ലോ. അരി എന്ത് ചെയ്യണം? പൊടിക്കണം, അതിനുള്ള മിക്സി ഏർപ്പാടാക്കി കൊടുക്കണം. അതേമാതിരി ഗ്യാസ് ഏർപ്പാടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് മുഅനത്ത്, അതിൻ്റെ മറ്റ് ചിലവുകൾ സഹിതം. മുഅനത്തിൻ, ഉപ്പ് വേണം, വെള്ളം വേണം, മറ്റ് ചിലവുകളടക്കം. ആലത്തിൻ, ഈ ഭക്ഷണം പാകം ചെയ്യാനും കഴിക്കാനൊക്കെ ഉള്ള പാത്രങ്ങളോടുകൂടെ അതും കൊടുക്കണം. തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള പാത്രങ്ങളും ബക്കറ്റും പാട്ടി എന്തൊക്കെയുണ്ട് അതൊക്കെ. പെണ്ണുങ്ങൾക്ക് സുഖമാണെന്നറിയാം. ഇതാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. കമീസുൻ വ ഇസാറുൻ, കമീസ് കൊടുക്കണം മാക്സി മാതിരി. ഇസാറുൻ, ഒരു തുണി കൊടുക്കണം, അല്ലെങ്കിൽ പാൻറ്റ്. ഹിമാറുൻ, മുഖമക്കന കൊടുക്കണം. മുക്കഅബുൻ, അതുപോലെ തന്നെ ഷൂ കൊടുക്കണം. ലിഹാഫിൻ ബിഷിത്താൻ, തണുപ്പ് കാലത്ത് പുതക്കാനുള്ള പുതപ്പ് വേണം കൊടുക്കുക. ലിഹാഫ് എന്ന് പറഞ്ഞാൽ പുതപ്പ്. അതൊന്നും പോരാ, ഉണ്ണാനും ഉടുക്കാനുള്ളത് കൊടുക്കണം. വാലേഹി ആലത്ത് തനല്ലുഫിൻ, പിന്നെ കുളിക്കാനുള്ളതും കൊടുക്കണം. ആലത്ത് തനല്ലുഫ്, വൃത്തിയാകാനുള്ള ഉപകരണങ്ങൾ, കുളിമുറി, സാബൂന്, സോപ്പ്, എണ്ണ. മുഷ്തിൻ അല്ലേ, അല്ലെങ്കിൽ മിസ്ത്, ചീർപ്പ് പോലെ. ദുഹുനിൻ, എണ്ണ, അതൊക്കെ വേണം കൊടുക്കുക. വൃത്തിയാക്കാനുള്ള ഉപകരണങ്ങൾ കൊടുക്കണം. പിന്നെ ഏതുപോലെയൊക്കെ മുസ്തിൻ, ചീർപ്പ് പോലെ. ദുഹുനിൻ, എണ്ണ, അതും വേണം കൊടുക്കുക. ചോറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള എണ്ണയും കൊടുക്കണം, കുളിക്കാനുള്ള എണ്ണയും കൊടുക്കണം. തീബുൻ, സുഗന്ധം കൊടുക്കുന്ന നിർബന്ധമല്ല കേട്ടോ. സുഗന്ധവും സുറുമി, ലിപ്റ്റിക്കും മറ്റേതും സാധനം കൊടുക്കുന്ന നിർബന്ധമല്ല. പിന്നെ ദവാവിൻ, മരുന്ന് കൊടുക്കൽ നിർബന്ധമല്ല. മരുന്ന് കൊടുക്കൽ എന്തില്ല നിർബന്ധമല്ല, ശാരീരികമായൊരു കാര്യമാണല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇതൊന്നും ഇപ്പോൾ അങ്ങോട്ട് കൊടുക്കണില്ലല്ലോ ഭർത്താവിന്. ഈ കാണുന്ന ഭക്ഷണവും വസ്ത്രവും അടുപ്പും ചെമ്പും കുടുക്കിയും പാത്രവും ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഭർത്താവിന് ഒന്നും ഇങ്ങോട്ട് കൊടുക്കൽ നിർബന്ധമല്ല. ഇതെല്ലാം കൂടെ വഹിക്കുന്ന ഭർത്താവിന് ചികിത്സാ ചെലവും കൂടി വഹിക്കൽ നിർബന്ധമല്ല എന്നായി പറയണത് കേട്ടോ. ഈ നിർബന്ധം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് നല്ലോണം മനസ്സിലാക്കണം. കോടതിയിൽ കേസ് കൊടുത്താൽ
എനിക്ക് കഞ്ഞി തരുന്നുള്ളൂ, കഞ്ഞി കുടിക്കാനുള്ള സ്പൂൺ തരുന്നില്ല എന്നാണ് കേസ് കൊടുത്താൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് കോടതി എന്താവും, സ്പൂൺ അനുവദിക്കും. അതേ സമയത്ത് ചികിത്സാ ചെലവിനൊരു പരിധിയില്ല. തിന്നണതിനൊരു പരിധിയുണ്ട്, കൊടുക്കണതിനൊരു പരിധിയുണ്ട്. ശരിയൊക്കെ എത്ര വരിക? ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ മുദ്ദൻ അമ്പാടായിരിക്കും ഭക്ഷണത്തിൻ്റെ, കാരണം അതന്നെ ബാക്കിയുണ്ടാവും. അപ്പം അത് സുന്നത്താണ്. സുഗന്ധം അതുപോലെ തന്നെ മരുന്ന് ഇത് കൊടുക്കൽ സുന്നത്താണ്, നിർബന്ധമല്ല. അതായത് ഇയാളെ സമ്പത്ത് നിന്ന് ഗവൺമെൻറ് അത് കട്ട് ചെയ്യുന്നില്ല. അത് എവിടെയുണ്ട് തോന്നുന്നില്ല. പിന്നെ അതേസമയത്ത് ഈ രോഗസമയത്തുള്ള ഭക്ഷണം, വസ്ത്രം, വൃത്തിയാക്കാനുള്ളതൊക്കെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ രോഗസമയത്ത് കിട്ടുന്ന ഈ ഭക്ഷണം സാധനങ്ങളൊക്കെയാണ് എന്താക്കേണ്ടത്, ഇതിൻ്റെ ചിലവാണ് അവൾ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നാണ് മദ്ഹബ്. വാലൈഹി മസ്കന്, വീടുമാണ് കൊടുക്കുക. എരീഖു ബിഹ, അവളോട് യോജിക്കുന്ന വീട്. നല്ല വീട്ടുകാരത്തിയാണെങ്കിൽ നല്ല വീട് കൊടുക്കണം, ലോക്കലാണെങ്കിൽ ലോക്കൽ വീട് കൊടുത്താൽ മതി. ഒരു മുആറൻ, അത് വായ്പ വാങ്ങിയാലും മതി. ആറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായ്പ വാങ്ങിയതല്ലേ, ആരിയത്ത്. ഇഖ്ദാമു ഹുറത്തിൻ, അതേമാതിരി ഒരു സ്വതന്ത്ര സ്ത്രീക്ക് ഒരു പണിക്കാരനെ വെച്ചു കൊടുക്കണം, ഖിദ്മത്തിന് ആളെ വെച്ചു കൊടുക്കണം. തഖ്ദിമു, ഹുറത്താകുമ്പം തുഹ്ദമു, സാധാരണ പണിക്കാരെ വെക്കുന്ന ഒരു സ്വതന്ത്രയായ സ്ത്രീയാണ് ഒരാൾ കെട്ടിയത് എങ്കിൽ ഇവിടെ ഇവൾക്കും എന്ത് ചെയ്യണം, ഖാദിമുകളോടെ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം പണിക്കാരെ വെക്കുന്നില്ല. നല്ല മലയാളിമാരെ വീട്ടിലൊക്കെ എന്താവും, അടിച്ചു വാരാനും പാത്രം മുറാനൊക്കെ പണിക്കാരുണ്ടാവും. ഇങ്ങനെ പണിക്കാരെ വെക്കുന്ന ഹുറത്തിൻ തുഹ്ദമു, ഖിദ്മത്ത് ചെയ്യപ്പെടുന്ന സ്വതന്ത്ര സ്ത്രീയെയാണ് ഒരാൾ കല്യാണം കഴിച്ചത് എങ്കിൽ പണിക്കാരെ വെച്ചിട്ട് ജോലിക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിക്കുന്ന ഖിദ്മത്തിനെ തേടുന്ന സ്വതന്ത്ര സ്ത്രീയാണ് അവളെ കുടുംബമെങ്കിൽ അവൾക്ക് ഖിദ്മത്തിന് ആളെ പണി വെച്ചു കൊടുക്കണം. അപ്പം ഭക്ഷണം ഉണ്ടാക്കാനും അലക്കാനും തിരുമ്പാനും ഒക്കെ ആളായി. ഇതൊക്കെ ആർക്കേ കിട്ടുള്ളൂ? മക്കനത്ത് ശരീരം ഭർത്താവിന് അനുവദിച്ചു കൊടുക്കുകയും നല്ല മുആശറത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്ന ഭാര്യയ്ക്കേ കിട്ടുള്ളൂ. അപ്പോൾ തസ്കുത്ത് ബിൻ ഷൂസിൻ, പിണങ്ങിയാൽ ഇതൊക്കെ നഷ്ടപ്പെടും. ഒരു സാത്തൻ, അതൊരു സെക്കൻഡാണെങ്കിൽ പോലും, ഒരു മണിക്കൂർ സമയമാണ് പിണങ്ങിയതെങ്കിൽ പോലും ഇതൊക്കെ നഷ്ടപ്പെടും. ഒരു ദിവസം ഒരു മണിക്കൂർ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ അരി ഭക്ഷണം നമുക്ക് കിട്ടൂല. അതെങ്ങനെ പിണക്കുണ്ടാവല്? ബിമൻഇ തമത്തുവിന്, ഇയാളെ അവളുമായിട്ട് ആസ്വദിക്കാൻ തടഞ്ഞാൽ, ലാലിയുദിരിൻ, ഒരു കാരണവുമില്ലാതെ തടഞ്ഞാൽ, തമത്തുവിനെ തടഞ്ഞാൽ, തൊടാനോ നോക്കാനോ അല്ലെങ്കിൽ അയാൾ വിചാരിച്ചൊരു സ്ഥലത്ത് തൊടാനോ അനുവദിക്കുന്നില്ല എങ്കിൽ പിണക്കുണ്ടാകും. അതുപോലെ ഖുറൂജ് മസ്കനി ബിലായിന്, സമ്മതമല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ഈ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും. പിന്നെ അടുത്ത മതത്തിന് അബി സഫരിഹ ബിലാ, ഇതിന് സമ്മതമല്ലാതെ അവൾ യാത്ര പോയാലും, സമ്മതമല്ലാതെ എന്ത് ചെയ്തു, അവൾ യാത്ര പോയി, അപ്പോൾ ഇതൊന്നും കിട്ടൂല. അല്ലെങ്കിൽ ഔലി ഖറദിഹ, അല്ലെങ്കിൽ സമ്മതം തന്നെയാണ്, പക്ഷെ അവൾ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്, അവളെ ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയൊക്കെയാണ് പോകുന്നത്. ഔ ലി ഖറദി, അല്ലെങ്കിൽ അവളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിലും സമ്മതത്തോടുകൂടിയാണെങ്കിൽ അപ്പോഴും ഇതൊന്നും കിട്ടൂല. ലാ മാഹു, അതേ സമയത്ത് അയാളോട് കൂടെ യാത്ര പോവുകയാണെങ്കിൽ നഷ്ടപ്പെടില്ല കേട്ടോ. അവൾ ഇയാളെ കൂടെ തന്നെ യാത്ര പോവുകയാണെങ്കിൽ നഷ്ടപ്പെടുന്നതും അല്ല. ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ചെലവിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ചെലവ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചർച്ച. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സറാഹൊക്കെ പൂർത്തിയായതിനു ശേഷം അത് പറയാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.